ആഗോള അയ്യപ്പ സംഗമത്തിനായി ഒരുങ്ങി പമ്പാതീരം. കോടതി കയറിയ തർക്കങ്ങൾക്കും വിവാദങ്ങൾക്കും ഒടുവിലാണ് പരിപാടി ദേവസ്വം ബോർഡും സർക്കാരും ചേർന്ന് നാളെ നടത്തുന്നത്. 16 രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ ഉൾപ്പെടെ സാമൂഹിക, സാംസ്കാരിക, സാമുദായിക രംഗത്തെ പ്രമുഖർ നാളത്തെ പരിപാടിക്കെത്തും. സർക്കാർ ക്ഷണിച്ച എല്ലാവരും സംഗമത്തിന് എത്തില്ല. കേന്ദ്ര സർക്കാർ പ്രതിനിധിയും പ്രതിപക്ഷവും സംഗമത്തിൽ പങ്കെടുക്കില്ല. തമിഴ്നാട്ടിൽ നിന്ന് 1000-ഓളം പ്രതിനിധികൾ ഉണ്ടാകും. NSS, SNDP തുടങ്ങിയ സംഘടനകൾ സർക്കാരിന് പിന്തുണ പ്രഖ്യാപിച്ച് നാളത്തെ അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കുമ്പോൾ പന്തളം കൊട്ടാരം വിട്ടുനിൽക്കും. പരിപാടി ഉദ്ഘാടനം ചെയ്യുന്ന മുഖ്യമന്ത്രി ഇന്ന് തന്നെ പമ്പയിലെത്തും. പമ്പാമണപ്പുറത്തെ 43,000 ചതുരശ്ര അടിയുള്ള പ്രധാന പന്തലിലാണ് ഉദ്ഘാടന സമാപന സമ്മേളനം നടക്കുക. എല്ലാ വിവരങ്ങളും പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ വിപുലമായ കവറേജാണ് റിപ്പോർട്ടർ ഏർപ്പെടുത്തിയിരിക്കുന്നത്. TV പ്രസാദിന്റെ നേതൃത്വത്തിലുള്ള വാർത്താ സംഘം തയ്യാറാണ്. TV പ്രസാദും പ്രവീൺ പുരുഷോത്തമനും VS രഞ്ജിത്തും K അഖിലും ഗോകുലും നോബിൾ മാരിക്കാരനുമാണ് നമുക്കൊപ്പം ആദ്യഘട്ടത്തിൽ ചേരുന്നത്. ഗുഡ് ഈവനിംഗ് ഗൈസ്. ആദ്യം TV പ്രസാദിലേക്ക്. TV പ്രസാദ്, പമ്പയിലെ സംഗമത്തിലേക്ക് നമ്മളിതാ എത്തിക്കഴിഞ്ഞു. നാളെ ഈ സമയത്ത് അവിടെ സംഗമം നടക്കുകയായിരിക്കും. സർക്കാർ ഉദ്ദേശിച്ചത് എന്താണോ ആ ലക്ഷ്യത്തിലേക്ക് എത്താൻ സർക്കാരിന് സാധിച്ചിട്ടുണ്ടോ? ഇതിനകം ക്ഷണിച്ച എല്ലാവരെയും എത്തിക്കാൻ കഴിയുമോ? അതോ തമിഴ്നാട്ടിൽ നിന്ന് മാത്രമായി പോകുമോ പ്രതിനിധി? ഗുഡ് ഈവനിംഗ് സുജയ പറഞ്ഞതുപോലെ വലിയ വിവാദങ്ങൾക്കൊടുവിലാണ് നാളെ അയ്യപ്പ സംഗമത്തിന് കൊടിയേറുന്നത്. നാളെ ഒരൊറ്റ ദിവസമാണ് ഈ സംഗമം ഉള്ളതെങ്കിൽ പോലും അതിലൂടെ ഒരു വലിയ കടമ്പ കടക്കാൻ സർക്കാരിന് കഴിയും എന്നുള്ളതാണ്. നമുക്കറിയാവുന്നതുപോലെ ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് ശബരിമലയിലെ യുവതീ പ്രവേശനത്തോടുകൂടി ഉണ്ടായ മുറിവുണക്കാൻ രണ്ടാം പിണറായി സർക്കാരിന്റെ അവസാന കാലത്തെ ആഗോള അയ്യപ്പ സംഗമത്തിലൂടെ കഴിയും എന്നാണ് CPIM-ഉം സർക്കാരും ഒപ്പം തിരുവിതാംകൂർ ദേവസ്വം ബോർഡും കരുതുന്നത്. അതുകൊണ്ട് തന്നെ നേരത്തെ ഉണ്ടായിരുന്ന, അതായത് ശബരിമല വിശ്വാസികൾക്കെതിരാണ് LDF സർക്കാരെന്നും ശബരിമല വിശ്വാസത്തിന് എതിരാണ് CPIM-ന്റെ നയമെന്നും പറഞ്ഞവർക്കുള്ള മറുപടിയായിട്ടാണ് ആഗോള അയ്യപ്പ സംഗമത്തിലേക്ക് സർക്കാർ കടക്കുന്നത്, തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് കടക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ കോടതി കയറിയിട്ടുണ്ട്. പക്ഷേ കോടതിയിൽ നിന്ന് പച്ചക്കൊടി കിട്ടിയിരിക്കുകയാണ് ഇപ്പോൾ. പക്ഷേ അങ്ങനെ പറയുമ്പോഴും വിവാദം ഒടുങ്ങുന്നില്ല എന്നുള്ളതാണ്. കാരണം UDF ഏതാണ്ടൊരു ബഹിഷ്കരണത്തിന്റെ പാതയിൽ തന്നെയാണ്. BJP ഇതിനോട് സഹകരിക്കുന്നില്ല. പന്തളം കൊട്ടാരം വിട്ടുനിൽക്കുന്നു. അതായത് സാധാരണഗതിയിൽ ഇത്തരം വിശ്വാസ കാര്യങ്ങളോട് എല്ലാം ചേർന്ന് നിൽക്കുന്നവർ ബോധപൂർവം ഇതിൽ മാറി നിൽക്കുന്നു എന്നുള്ളതാണ്. അവർ പ്രധാനമായും പറയുന്നത് ഇത് സർക്കാരിന്റെ തട്ടിപ്പാണ് ആഗോള അയ്യപ്പ സംഗമം എന്നുള്ളതാണ് പ്രധാനമായും അവർ പറയുന്നത്. പക്ഷെ അങ്ങനെ പറയുമ്പോഴും സർക്കാരിനെ സംബന്ധിച്ച് സുജയ ഇതിൽ നേട്ടം മാത്രമാണുള്ളത്. കാരണം ഒരു വലിയ വിഭാഗം അയ്യപ്പ വിശ്വാസികൾ, അയ്യപ്പ ഭക്തർ സർക്കാരിന് എതിരായ ഒരു നിലപാടെടുത്തിരുന്നു നേരത്തെ, നമുക്കറിയാവുന്നതുപോലെ. അങ്ങനെ ഒരു ആഗോള അയ്യപ്പ സംഗമത്തിലൂടെ അതിലെ കുറച്ച് പേരെയെങ്കിലും തിരിച്ച് തങ്ങൾ വിശ്വാസത്തിനെതിരല്ല എന്ന് പറയുന്ന മുദ്രാവാക്യത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയുമോ എന്നുള്ളതാണ് സർക്കാർ ഉറ്റുനോക്കുന്നത്. എന്തായാലും ഇതിൽ ഏറ്റവും പ്രധാനം NSSന്റെ പിന്തുണ കിട്ടി എന്നുള്ളതാണ്. ഇക്കാലം അത്രയും NSSന്റെ ഒരു പിന്തുണയും LDF സർക്കാരിന് കിട്ടിയില്ല. പക്ഷേ ആഗോള അയ്യപ്പ സംഗമത്തിൽ അവർ ഭാഗവാക്കാവുന്നു. SNDP വെള്ളാപ്പള്ളി നടേശന്റെ നേതൃത്വത്തിൽ നേരത്തെ തന്നെ എല്ലാ കാര്യങ്ങളെയും പിന്തുണയ്ക്കുന്നതുകൊണ്ട് SNDPയുടെ പിന്തുണ സ്വാഭാവികമായി ഇതിലുണ്ട്. സുജയ പറഞ്ഞതുപോലെ ക്ഷണിച്ച എല്ലാവരും വരാനുള്ള സാധ്യതയില്ല എന്നുള്ളതാണ്.